ഹലോ ഫ്രണ്ട്സ്, എൻആർണോളജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് BSNലേക്ക് വന്നിട്ടുള്ള ജൂനിയർ ടെലികോം ഓഫീസർ എന്ന് പറഞ്ഞ തസ്തികയിലേക്കൊരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഡേറ്റ് ഓഫ് ടൈം സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുമ്പോൾ 4/6/2026 സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ 3/7/2026 വരെയാണ് ഇത് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. പിന്നെ ആപ്ലിക്കേഷനിലെ വല്ല തിരുത്തുകളോ മറ്റോ വരിക, അതായത് എഡിറ്റ് ചെയ്യാനോ മറ്റോ ഉണ്ട് എന്നുണ്ടെങ്കിൽ 11/7/2026 എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഡേറ്റ് ആൻഡ് ടൈം ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് മന്തിലാണ് ഇതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ വരിക, 2026 ഓഗസ്റ്റിൽ. ടോട്ടൽ 100 വേക്കൻസിയാണ് ഓൾ ഇന്ത്യയിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ കേരളത്തിലെ വേക്കൻസി നോക്കുകയാണെങ്കിൽ 15 വേക്കൻസിയോളം കേരളത്തിൽ വരുന്നുണ്ട്. പിന്നെ സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16,400 തൊട്ട് 40,500 വരെ സാലറിയും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നെ മറ്റ് അലവൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഏജിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 35 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക്, അതായത് 35 വയസ്സെന്ന് പറയുമ്പോൾ SC/ST കാൻഡിഡേറ്റിന് 35 വയസ്സ്, OBC ആണെങ്കിൽ 33 വയസ്സ് വരെയും, പിന്നെ UR കാറ്റഗറി ആണെങ്കിൽ 30 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം ഏജും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇതിൽ അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ OMR ടൈപ്പിലുള്ള എക്സാം ആയിരിക്കും, കമ്പ്യൂട്ടറിൽ ആയിരിക്കും എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ എൻജിനീയറിംഗ് സ്ട്രീം സെക്ഷൻ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലൊരു 200 മാർക്കിൻ്റെ എക്സാം ഉണ്ട്. അത് 50 ക്വസ്റ്റ്യനാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എൻജിനീയറിംഗ് സ്ട്രീം സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ 200 മാർക്ക് 50 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പിന്നെ ജനറൽ എബിലിറ്റി വരുന്നുണ്ട്, അതിൽ 80 മാർക്ക് 20 ക്വസ്റ്റ്യനാണ് വരുന്നത്. ടോട്ടൽ 3 മണിക്കൂറിൻ്റെ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ ആവും വരിക. 120 ക്വസ്റ്റ്യൻ ആവും ടോട്ടൽ വരിക. പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഈ ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു എൻജിനീയറിങ്ങിൻ്റെ ഇത് പാസ്സായിട്ടുണ്ടാവണം. ടെലികമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇലക്ട്രോണിക്സ്, റേഡിയോ, കമ്പ്യൂട്ടർ, ഇലക്ട്രിക്കൽ, ഇൻഫർമേഷൻ ടെക്നോളജി, IT, പിന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ ഏതെങ്കിലും ഒരു എൻജിനീയറിങ് കഴിഞ്ഞ ആൾക്കാർക്കാണ് ഇതിൽ അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ MSc കഴിഞ്ഞ ആളായിരിക്കണം, അവർക്കും അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അവർ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ എക്സാമിനേഷൻ സെൻറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കേരളത്തിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്താണ് എക്സാമിനേഷൻ സെൻറ്ററും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു വേക്കൻസിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും MSc ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഇതിൽ അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങിക്കാൻ നോക്കുക.